ഇപ്പോഴും സജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മികച്ച രീതിയിൽ നടപ്പാക്കി. അതുപോലെ തന്നെ സ്റ്റേജ് നല്ല ബലവത്തായതായിരുന്നു. പിന്നെ ഈ കൈവരിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു ന്യൂനത. അങ്ങനെയാണോ നാം ആ വേദിയിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ഇനി പരമപ്രധാനമായ കാര്യം ശ്രീ ജോസഫ് സി മാത്യുവും കൂടി പറഞ്ഞതുപോലെ വലിയൊരു പണപ്പിരിവ് അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ GST എവിടേക്കൊക്കെയാണ് പോകേണ്ടത്? അതിൻ്റെ വിനോദ നികുതി എവിടേക്കൊക്കെയാണ് പോകേണ്ടത്? സർക്കാരിൻ്റെ ഖജനാവിലേക്ക് അടക്കമാണ് പോകേണ്ടത്. സർക്കാരിന് അർഹതപ്പെട്ട പണം സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന എന്ന് വെച്ചാൽ പൊതുസമൂഹത്തെ, ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രിയുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് അയാളെ അതിഥിയാക്കി ഇരുത്തിക്കൊണ്ട് ഈ സംഘത്തിന് വെട്ടിപ്പ് നടത്താൻ കഴിയുമെങ്കിൽ പിന്നെ എന്ത് പൊതു താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുക ഇതിൽ? അല്ല വേണു, ഞാൻ അതിലേക്ക് തന്നെ പറഞ്ഞു വന്നത്. ഇപ്പോൾ GCDA പറഞ്ഞിരിക്കുന്ന നിബന്ധന പാലിക്കണം എന്ന് പറയുന്നു. ആ പാലിക്കേണ്ട നിബന്ധന ഓഡിറ്റ് ചെയ്യുന്നത് ആരാ? GCDA ആയിരുന്നു. GCDA അത് ചെയ്തിട്ടില്ല. അതുപോലെ ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്നു. ഇതൊരു MLA വീണ് ഇത്രയും ഗുരുതര പരിക്കേറ്റു, ഒരു സാധാരണക്കാരനാണ് സംഭവിച്ചിരുന്നെങ്കിലോ അവിടെ യാതൊരു സുരക്ഷാ ക്രമീകരണം ഉണ്ടായില്ല. ഇത് MLAക്ക് പകരം സജി ചെറിയാനായിരുന്നെങ്കിലോ അങ്ങനെയൊന്നും വരല്ലേന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇവിടെ ജോസഫ് സി മാത്യു പറഞ്ഞ ഒരു കാര്യമുണ്ട്. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം നവംബർ 25-ാം തീയതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, 4 കുട്ടികളുടെ മരണത്തിനും 61 പേരുടെ പരിക്കിനും ഗുരുതരമായിട്ടുള്ള പരിക്കിനും കാരണമായിട്ടുള്ള സ്റ്റാമ്പീഡ് ഉണ്ടായിട്ട് അന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ, ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ അത് പറഞ്ഞല്ലോ, അതിലേതെങ്കിലും കാര്യം നടപ്പാക്കിയോ? ഇന്നും GCDയുടെ ചെയർമാൻ പറയുന്നത് എന്താ? ഇതൊരു അനുഭവമായിട്ട് എടുത്തിട്ട് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാ. അപ്പൊ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ചെയർമാൻ അടക്കമുള്ള കാര്യം ഈ കുസാറ്റും ഇപ്പോഴത്തെ സംഭവം തമ്മിൽ നല്ലൊരു മാതൃകാപരമായ ഒരു താരതമ്യത്തിന്റെ തുടർച്ച നമുക്ക് കാണാം. എന്താണത്? അവിടെ ആദ്യം വിദ്യാർത്ഥികളെ ഇതിനകത്ത് പഴിക്കാനാണ് നോക്കിയത്. രജിസ്ട്രാർ പറയുന്നു വിദ്യാർത്ഥികൾ ഈ പരിപാടി അറിയിച്ചില്ല. പോലീസ് പറയുന്നു രജിസ്ട്രാറോ ക്യാമ്പസിലെ ബന്ധപ്പെട്ട അധികൃതരോ ഈ പരിപാടിയുടെ വിവരം അറിയിച്ചില്ല. ഇങ്ങനെയാണത് കൈകാര്യം ചെയ്യപ്പെട്ടതെന്ന് ആലോചിക്കണം. ഈ പരിപാടി നടക്കുമ്പോൾ രജിസ്ട്രാർ ഉണ്ട്, ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് പോലീസുകാരുണ്ട്, അപ്പോഴൊന്നും പ്രശ്നമില്ല. പിന്നെ എപ്പോഴാണ് ഇവരിത് അറിഞ്ഞതായി നാം എല്ലാം മനസ്സിലാക്കേണ്ടത്? ഇവരെ ആരറിയിച്ചു എന്ന് ഇവരുടെ ബോധ്യത്തെ നാം എങ്ങനെയാണ് അംഗീകരിക്കുക? എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇപ്പോൾ ആ അന്വേഷണം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ഇവിടെയും അതുപോലെ തന്നെയാണ് നടക്കുന്നത്. ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ, അതുപോലെ തന്നെ ഈ പറയുന്ന ഗിന്നസിന്റെ ഈ തട്ടിപ്പ് മൃദംഗാഭിഷനെ ഇതിലാണ് ചുറ്റിത്തിരിയാൻ പോകുന്നത്. അങ്ങേക്കത് ഉറപ്പല്ലേ?